നമ്മൾ കണ്ണൂർ കോഴിക്കോട് ഭാഗത്തുള്ളവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ് ഈ കല്ലുമ്മക്കായ്. അപ്പൊ ഇന്ന് നമുക്കൊരു നല്ല അടിപൊളി കല്ലുമ്മക്കായ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പൊ അതിന് വേണ്ടത് കുറച്ച് ഉള്ളി, തക്കാളി, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് വെക്കണം. പേസ്റ്റ് അല്ലെങ്കിൽ ഇടിച്ചു വെക്കുക. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ കല്ലുമ്മക്കായയിലേക്ക് എല്ലാ മസാലയും, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, അതൊക്കെ ചേർത്ത് ഉപ്പും ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഒരു പാൻ എടുത്ത് എല്ലാ കല്ലുമ്മക്കായും നല്ല പോലെ അതിലേക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യണ്ട, കാരണം ഓൾറെഡി കല്ലുമ്മക്കായ് കുറച്ച് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം അതേ പാനിലേക്ക് വീണ്ടും എണ്ണ ഒഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉള്ളിയൊക്കെ ഇട്ട് നല്ല പോലെ വാട്ടിയെടുക്കുക. പിന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും എല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആക്കി ഒന്ന് മൂടി വെക്കുക. നമ്മൾ കല്ലുമ്മക്കായിലുള്ള മസാല മാത്രമേ ഉള്ളൂ, നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് മസാല ഒന്നും ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും ഇട്ട് ഒന്നും കൂടെ ഇളക്കി പിന്നെ നമ്മുടെ കല്ലുമ്മക്കായ അതിലേക്ക് മിക്സ് ചെയ്യുക. പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാ. അപ്പോൾ ഈ കല്ലുമ്മക്കായും കൂടെ ഇട്ട് നമ്മുടെ മിക്സ് നല്ലപോലെ യോജിപ്പിക്കണം. കാരണം നമ്മൾ വേറെ മസാല ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ കല്ലുമ്മക്കായിലുള്ള മസാലയൊക്കെ നമ്മുടെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല പോലെ അത് രണ്ടും കൂടെ യോജിച്ച് വന്നതിന് ശേഷം നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യുക. നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊന്നും പറഞ്ഞാൽ പോരാ, ഇത് അതിലും അടിപൊളിയാണെന്ന് തന്നെ ഞാൻ പറയും. അടിപൊളി ടേസ്റ്റാണ്. റെസ്റ്റോറൻറ്റിലൊന്നും നിങ്ങൾക്ക് ഈ ടേസ്റ്റ് കിട്ടാനേ പോണില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഒരു കിട്ടില്ലൻ സംഭവമാണ്. ഓക്കെ, ബൈ.